ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മച്ചൂസ് പ്ലാനറ്റ്. നമുക്കൊരു കുഞ്ഞൂട്ടനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ആ സന്തോഷം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ആളെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ മുയലിൻ്റെ ഒരു കുഞ്ഞു വാവയാണ്. അപ്പോൾ ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ആൺമുയലിനെയും പെൺമുയലിനെയും ഞാൻ ഒരു ഷെഡിലായിരുന്നു ഇട്ടിരുന്നത്. അപ്പം അവിടെ ഒരുപാട് മാളമൊക്കെ ഉണ്ടാക്കി ഇവരിയ്ക്കുക എന്നുള്ള ഒരു കാര്യം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അവരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് രോമമൊക്കെ പൊഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് രോമമൊക്കെ ഇങ്ങനെ പൊഴിച്ചിട്ട് ഞാൻ ശരിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ രോമമൊക്കെ പറിച്ച് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പം ഇത് പ്രഗ്നൻ്റ് ആവുമെന്ന് വിചാരിച്ചൊരു മുയലല്ല. അപ്പം എനിക്കും വലിയ പ്രതീക്ഷയില്ലായിരുന്നു. പല മുയലുകളും ഫോൾസായിട്ട് ഇങ്ങനെ കാണിക്കാറുണ്ട്. ഞാൻ അങ്ങനെ വിചാരിച്ചുള്ളൂ. അതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ആക്ച്വലി ഇതൊരു വലിയ പ്രോബ്ലം ആയിപ്പോയി. കാരണം 5 കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു പ്രത്യേക സിറ്റുവേഷൻ കാരണം എലിയുടെ ശല്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയുള്ള 4 കുഞ്ഞുങ്ങളും ചത്തുപോയി. ഞാൻ നാട്ടിലില്ല. അപ്പം നമ്മുടെ പേരൻസാണ് ഫുള്ള് നോക്കുന്നത്. ഞാൻ മാസത്തിലാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നാട്ടിൽ കാണാറുള്ളൂ. അപ്പം എനിക്കും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടെ ജോലിയുടെ കാര്യം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് രണ്ടും കൂടെ പറ്റാത്തതുകൊണ്ട് ഞാൻ പേരൻസിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവർക്ക് വേറെ ഒരുപാട് ജോലിയുടെ ഇടയ്ക്ക് ഇത് കുറച്ചൊന്ന് താമസിച്ചു പോയി ഇതറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേനും എലിയൊക്കെ കടിച്ചിട്ട് ഒരു 4 കുഞ്ഞുങ്ങൾ ചത്തുപോയിരുന്നു. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിരുന്നു. നമുക്ക് ഇവനെ മാത്രമേ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു. അപ്പം ഇത്രയൊരു സ്ട്രെസ് ഉള്ളതുകൊണ്ട് ഇപ്പം മുയലിനെ വളർത്തുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ സ്ട്രെസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുയൽ ഭയങ്കര പാലൊന്നും കൊടുക്കാതെ കുഞ്ഞിനെയൊക്കെ നോക്കാതിരിക്കും. അപ്പോൾ ഇതും അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഇവൻ എൻ്റെ അമ്മയോട് ഭയങ്കര കൂട്ടാണ് കേട്ടോ. അപ്പം അവൻ്റെ വിചാരം അമ്മയാണ് അവൻ്റെ ശരിക്കുള്ള അമ്മയെന്നാണ്. അപ്പം എപ്പോഴും അമ്മയുടെയൊക്കെ ഭയങ്കര സ്നേഹമാണ്. ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഓടി വരും. പക്ഷേ ഇതിനകത്ത് കണ്ണ് വിരിഞ്ഞിട്ടില്ല. കണ്ണ് വിരിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, തള്ളമുയൽ ഇവനെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മാറ്റി നമ്മുടെ റൂമിനകത്ത് തന്നെ ഒരു ചെറിയ പെട്ടിക്കകത്തൊക്കെ ഇവനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ വൃത്തിയാക്കുകയാണ്. പാൽ കൊടുക്കാൻ നേരം നമ്മൾ ഫോഴ്സ് ചെയ്താണ് പാൽ കൊടുക്കുന്നത്. ഞാൻ എൻ്റെ പല വീഡിയോയിൽസും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നമ്മൾ മുയലിന് അങ്ങനെ ഫോഴ്സ് ചെയ്ത് പാൽ കൊടുക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്നും ഒരിക്കലും ഇത് കണ്ടിട്ട് സാധാരണയായിട്ട് പ്രസവിച്ച് കുഞ്ഞുങ്ങളെ നോക്കുന്ന മുയലിനെ നമ്മൾ ഫോഴ്സ് ചെയ്തൊന്നും പാൽ കുടിപ്പിക്കേണ്ട കാര്യമില്ല. അത് തന്നെ പാൽ കൊടുത്തോളൂ. അപ്പം ഇങ്ങനെ ഈ എലിയൊക്കെ വന്ന് ഇങ്ങനെ കുറച്ച് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമ്മുടെ തള്ളമുയൽ കുറച്ച് സ്ട്രെസ്സിലായതുകൊണ്ട് കുഞ്ഞിനെ നോക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ കണ്ടില്ല, ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പാൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇങ്ങനെയൊന്നും ആർക്കും പറ്റാതിരിക്കട്ടെ. നമുക്ക് ഒരു കുഞ്ഞേ ഉള്ളെങ്കിലും അതിനെ രക്ഷപ്പെടുത്തി എടുക്കണമല്ലോ. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഞാനും പ്രതീക്ഷിച്ചില്ല. ഞാൻ വേറെ സ്ഥലത്താണെങ്കിൽ ഞാൻ വിളിച്ചിരുന്നു അന്വേഷിക്കുമ്പം എന്നോട് പറയുന്നത്, എനിക്ക് പേടിയായി, കുഞ്ഞ് ചത്തുപോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. നമുക്ക് ഒരെണ്ണത്തിനെ കിട്ടിയുള്ളൂ, അത് ചത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വിഷമം കൂടുമല്ലോ. പക്ഷേ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ആൾക്കിപ്പോൾ ഒരു 4-5 ദിവസത്തിന് മേലെ ആയിട്ടുണ്ട്. കണ്ണൊന്നും ഇതുവരെ വിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ അവന് വിശക്കുമ്പോഴെല്ലാം ഇതുപോലെ പാൽ കുടിപ്പിക്കും. പിന്നെ നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ്, അറിയാൻ പറ്റും. ഇപ്പം കണ്ണൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തള്ളയുടെ കൂട്ട് തന്നെ നല്ല ചുമന്ന കണ്ണൊക്കെയുള്ള കുഞ്ഞാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ പുറകെ ഇടാം കേട്ടോ. ഇത് കുറച്ച് ലെങ്തി ആവുന്നുണ്ട്. ഞാൻ ഇവൻ്റെ വളർച്ചയുടെ അടുത്ത വീഡിയോ ഒക്കെ പുറകെ അപ്ലോഡ് ചെയ്യാം. ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ അവൻ, ഒരു രക്ഷയില്ല. ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ പാൽ കുടിക്കാനാണെങ്കിലും നല്ലപോലെ പാൽ കുടിക്കും. ചില കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാൽ കുടിക്കുന്ന കാര്യത്തിലൊക്കെ വീക്കായിരിക്കും. പക്ഷേ ഇവൻ ആ കാര്യത്തിലൊന്നും ഒരു ഇതുമില്ല. നല്ലതായിട്ട് പാൽ കുടിക്കും. അവൻ്റെ കാര്യം അവൻ നോക്കിക്കോളും. ഇങ്ങനെ ആണ്. പക്ഷേ ചില സമയത്ത് തള്ള അവനെ നക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ധൈര്യമായിട്ട് കൂടെ വിടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പം. പിന്നെ ഞാൻ പുതിയൊരു കൂടൊക്കെ പണിയാനുള്ള ഒരു ചാൻസിലാണ്. അപ്പം എലിയൊക്കെ ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ നമ്മൾ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം എലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടെ ചേരയും പാമ്പൊക്കെ കയറാനും ഒരുപാട് ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പുറത്തൊരു ഷെഡിലാണ് ഇവരെ വളർത്തുന്നതെന്നുള്ള കാര്യം. എന്തായാലും ആൾ നല്ല മിടുക്കനായിട്ടിരിക്കുന്നു. ആളുടെ വേറെ കുറേ വീഡിയോസ് ഉണ്ട്, ഞാൻ അതും കാണിച്ചു തരാവേ. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആളെ ഹാളിലോട്ടൊന്ന് പതുക്കി ഇറക്കിയിട്ടാണ്. ഇതുപോലെ ഭയങ്കര ഓട്ടമാണ്, ഒരു രക്ഷയില്ല. അവനെ എപ്പോൾ നമ്മൾ ഉണർത്തിയാലും ഇതേപോലെ ഭയങ്കര ഓട്ടമാണ്. ഉറക്കമാണെന്നുണ്ടെങ്കിലോ ഒരു പാവം കുഞ്ഞുമായ പോലെ അങ്ങനെ കിടന്നുറങ്ങിക്കോളും. നമ്മൾ അഴിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ്, ബെഡിലായാലും കിടന്ന് ഇങ്ങനെ ഓടും. ഞാൻ വീണ്ടും പറയുന്നത്, നമ്മളൊരിക്കലും കുഞ്ഞുങ്ങളെ ഒന്നും ഇങ്ങനെ എടുത്ത് ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല.
അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ അത്രയ്ക്ക് മോശമായതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഇതെന്തുവായാലും സർവൈവ് ചെയ്തിട്ടുണ്ട് കുട്ടി. ഇപ്പം ഈ ഫോട്ടോയ്ക്കകത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പാല് കുടിച്ച് അവൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം ഈ ഒരു കാര്യം മാത്രം നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഉറപ്പ് വരുത്തണം, അവന് കറക്റ്റായിട്ട് പാല് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം. ഇപ്പോൾ ഇവൻ്റെ വയറ് കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഉരുണ്ടതുപോലെ ഇങ്ങനെ കിടക്കും. അത് നന്നായിട്ട് പാല് കിട്ടുമ്പോഴാണ് അങ്ങനെ ആ വയറ് കാണുന്നത്. കണ്ടോ, ഇതാണ് ഇവൻ്റെ ഇപ്പോഴത്തെ വീട്. ഞാനൊരു ചെറിയ കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് നേരത്തെ അതിൻ്റെ തള്ളമുയിൽ തന്നെ പൊഴിച്ചിട്ടുള്ള രോമം കുറച്ചെടുത്തിട്ട് പിന്നെ ഒരു ചെറിയ തുണി ഇട്ട് കൊടുത്തിട്ട് ഇതിനാണ് ഇപ്പോൾ അവനെ കിടത്തുന്നത്. സോ അവന് നല്ലതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തിൽ. അവൻ സുഖമായിട്ട് അതിനകത്ത് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ആൾക്ക് കുറച്ചുകൂടെ ഹെയറൊക്കെ വന്നു, കണ്ണൊക്കെ തുറന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വലിയൊരു വിഷമം ഉണ്ടായെങ്കിലും ഒരാളെ നമുക്ക് എടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു വലിയ സന്തോഷവും അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇനി എന്തുമല്ല, ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം 1.5 മാസത്തിനകം മിക്കവാറും അടുത്ത ഡെലിവറി ഉണ്ടാവും എൻ്റെ തള്ളമുയലിൻ്റെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും മാക്സിമം രക്ഷപ്പെടുത്തി പ്രായശ്ചിത്തം ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു, ബൈ ബൈ.